ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് ഇതുപോലെ ഒട്ടും ചവില്ലാതെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് വേവിക്കാനായിട്ട് ഒരു പ്രഷർ കുക്കർ എടുക്കാം. എന്നിട്ട് ബീഫ് അതിലേക്ക് ഇടാം. ബീഫ് മുഴുവൻ ഇട്ടിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് കഴുകിയ ബീഫാണ്. ഇതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞതും 3 തണ്ട് കറിവേപ്പിലയും 1 പിടി കൊച്ചുള്ളിയും ഇതിലേക്കിടാം. 2 പച്ചമുളക് നെടുകെ കീറിയിടാം. ഇനി ഇടാനുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അപ്പം വെളുത്തുള്ളി ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. അപ്പം ഇന്ന് എടുത്തപ്പം വെളുത്തുള്ളി പേസ്റ്റ് തീർന്നുപോയി. അതുകൊണ്ടാണ് വെളുത്തുള്ളി ഇങ്ങനെ മുഴുവനായിട്ട് ഇടുന്നത്. വെളുത്തുള്ളി ബീഫിൻ്റെ കൂടെ വെന്ത് വരുമ്പം ശരിക്കും നമ്മൾ അരച്ച് ചേർത്തതുപോലെ തന്നെ നല്ല അങ്ങ് വെന്ത് വന്നോളും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. ശരിക്കും ബീഫിനൊക്കെ കുരുമുളക് പൊടിയിൽ നല്ല വെന്താലാണ് നല്ല ടേസ്റ്റ് കേട്ടോ. എരിവ് കൂടുന്തോറും ബീഫിന് ടേസ്റ്റും കൂടും എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ്, അതും ഞാൻ കൂടുതൽ ഇടുന്നുണ്ട്. ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു. പിന്നെ മല്ലിപ്പൊടി കുറച്ച് മതി കേട്ടോ. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഗരം മസാലപ്പൊടി ഇടാം. അതൊരു 1 ടീസ്പൂൺ ഇട്ടു. ഇനി നമുക്ക് കുറച്ച് ഉപ്പിടാം. കുറച്ച് ഉപ്പിടാം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പ് കൂടിപ്പോയാൽ പാടാണല്ലേ. ഉപ്പ് കുറഞ്ഞാൽ നമുക്ക് സവാളയൊക്കെ വഴറ്റുമ്പം അതിൻ്റെ കൂടെ ഇട്ട് വഴറ്റുകയും ചെയ്യാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇളക്കി എല്ലാ ഭാഗത്തും എരിവും എല്ലാം ആവുന്ന ഉപ്പും ഒക്കെ ആവുന്നത് പോലെ ഒന്ന് നമുക്ക് വരവിയെടുക്കാം. ശരിക്കും പറഞ്ഞാൽ കൈ കൊണ്ട് ഇളക്കുന്നതാണ് നല്ലത് കേട്ടോ. ഈ വീഡിയോയിലൊക്കെ കാണിക്കുമ്പോൾ സ്റ്റൈലിൽ ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കാം. ഈ വിനാഗിരി ഒഴിക്കുന്നതിൻ്റെ കാരണം ഇത് ഒന്ന് നല്ലതായിട്ട് വേവാനും അതിൽ എന്തെങ്കിലും സ്മെല്ലുണ്ടെങ്കിൽ, ശരിക്കും ഞാൻ വിനാഗിരി വെച്ച് കഴുകിയ ഇറച്ചിയാണ്, നന്നാലും അധികം സ്മെല്ലൊന്നും വരാതെ ഇരിക്കാനും ഒക്കെയാണ് ഈ വിനാഗിരി ഒഴിച്ചത്. ഇനി പ്രഷർ കുക്കർ അടച്ച് നല്ലതുപോലെ വേവിച്ചിട്ട് വരാം. ബീഫ് വേവിക്കുമ്പം നല്ലതുപോലെ അങ്ങ് വേവിക്കുക. അപ്പോഴാണ് ബീഫ് ഫ്രൈ ഒക്കെ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുള്ളൂ. അതേസമയം നമ്മൾ ബീഫ് കട്ട്ലറ്റ് വയ്ക്കുമ്പം അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ബീഫ് അവിടെ വെന്ത് റെഡിയായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു 2 വലിയ സവാള അരിഞ്ഞിട്ട് വരാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കൊച്ചുള്ളി ഒരു 10-20 കൊച്ചുള്ളി കാണും കേട്ടോ, അതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം അതിന് നല്ലൊരു ടേസ്റ്റാണ്, അതിനാണ് ഈ കൊച്ചുള്ളി കൂടുതൽ ചേർക്കുന്നത്. പിന്നെ ഉള്ളത് തേങ്ങാക്കൊത്ത് കുറച്ച്, പിന്നെ 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഒന്ന് അരിഞ്ഞിട്ട് വരാം. ഇതുപോലൊരു പാൻ വയ്ക്കാം. പാൻ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. എന്നിട്ട് തേങ്ങയിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് 3 തണ്ട് കറിവേപ്പില ഇട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് നിറം മങ്ങി വന്നാൽ ഉടനെ തന്നെ സവാളയും കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞതാണ്. ഞാനിത് ഫുഡ് പ്രോസസ്സറിലിട്ട് പെട്ടെന്നങ്ങ് അടിച്ചെടുക്കുകയാണ് പതിവ് കേട്ടോ. അതും ഒന്നിട്ട് വളരെ കുറച്ച് ഉപ്പും ഇട്ട്, കാരണം നമ്മൾ ഇറച്ചിയിലും ഉപ്പിട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്നു വന്ന ഉടനെ ഈ വേവിച്ച് വെച്ച ബീഫും കൂടെ ഇട്ട് നമുക്ക് നല്ലതുപോലെ ഇനിയും സിമ്മിൽ വെച്ച് വേണം മുഴുവൻ പ്രോസസ്സും. ബീഫ് സിമ്മിൽ വെച്ച് കൂടുതൽ നേരം ഇട്ട് വരട്ടുമ്പോഴാണ് ശരിക്കുള്ള ബീഫിൻ്റെ ടേസ്റ്റ് കിട്ടുക. പെട്ടെന്ന് വലിയ തീയിൽ വെച്ച് വഴറ്റിയെടുക്കുമ്പം അത്രയും രുചിയായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പം ഇതിവിടെ ഇരുന്ന് പതുക്കെ ഇരുന്ന് ആവട്ടെ കേട്ടോ. അപ്പം ആ ഉള്ളിയും ബീഫും എല്ലാം കൂടെ ഒന്നിച്ച് നല്ലതായിട്ട് മുരിഞ്ഞ് കിട്ടിക്കോളും. എൻ്റെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്തേക്കണേ. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല പോലെ മുരിച്ചെടുക്കും തോറും ഇത് നല്ല ഡാർക്ക് കളറിൽ വന്നുകൊണ്ടിരിക്കും. എന്നെ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.